ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നല്ല ക്രിസ്പി ആയിട്ടൊന്ന് പ്രോൺസ് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലോ. അതിന് വേണ്ടിയിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച പ്രോൺസിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഒർഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് വെച്ച് നല്ലോണം കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു ബൗളിലെടുത്തേക്ക് അതിലൊരു എഗ്ഗ് നല്ലോണം പൊട്ടിച്ച് അടിച്ച് വെക്കാം. ഒരു 3-4 ബ്രെഡ് നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം ഇതെല്ലാം ഒരുമിച്ചെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓരോ പ്രോൺസ് എടുത്ത് ഫസ്റ്റ് മൈദ കോൺഫ്ലവറിൽ ഒന്ന് നല്ലോണം കോട്ട് ചെയ്തെടുക്കാം. എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം. ദെൻ ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ കോട്ട് ചെയ്യാം. ഇങ്ങനെ ഓരോ പ്രോൺസും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലോ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ആഡ് ചെയ്യാൻ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറും, ഉള്ളിൽ കുക്കാകില്ല. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.